ഹായ് എവരി വോൺ, എല്ലാവർക്കും സൈബർ ടെക്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഐപാഡ് iOS14 റിലീസായി. അതിൻ്റെ ബീറ്റ വെർഷനാണ് റിലീസായിരിക്കുന്നത്. പബ്ലിക് ബീറ്റയാണ്, ഡെവലപ്പേഴ്സ് പബ്ലിക് ബീറ്റയാണ്. അപ്പോൾ അതെങ്ങനെ നമ്മുടെ ഐപാഡിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഞാൻ കാണിക്കാം. ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് നിങ്ങൾ iPadOS ബീറ്റ 14 സെർച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പിളിൻ്റെ ഒരു ലോഗിൻ പേജ് കാണാൻ പറ്റും. കണ്ടില്ലേ, നിങ്ങൾക്ക് സ്ക്രീൻ beta.apple.com ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാം ആപ്പിൾ ഉള്ളവരാണെങ്കിൽ ആപ്പിളിൻ്റെ നമ്മുടെ ആപ്പിൾ ID വെച്ച് ലോഗിൻ ചെയ്യേണ്ടി വരും. കണ്ടില്ലേ, മേളിൽ സൈൻ ഇൻ ഉണ്ട് ആപ്പിൾ ID വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പിളിൻ്റെ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് എൻ്റർ ചെയ്യണം. അപ്പം എൻ്റെ ഐപാഡ് ഓൾറെഡി സൈൻഡ് ഇൻ ആയതുകൊണ്ട് എനിക്ക് ലോഗിൻ ചോദിക്കത്തില്ല. എനിക്ക് ജസ്റ്റ് എൻ്റെ ടച്ച് ID ഓതൻറ്റിക്കേറ്റ് ചെയ്താൽ മതി. അപ്പം ഓട്ടോമാറ്റിക്കലി ആ വെബ്സൈറ്റിലോട്ട് ലോഗിൻ ആവും. അപ്പോൾ അത് ഞാൻ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് ആ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യാം. ഈ ഐപാഡിൻ്റെ ഈ ഒരു ബീറ്റ വെർഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് എങ്ങനെ ആ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഇതിന് iPadOS സെലക്ട് ചെയ്യണം. നിങ്ങളുടെ മേളിൽ iPadOS സെലക്ട് ചെയ്യണം. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് എൻറോൾ യുവർ ഡിവൈസ് ഉണ്ടോ, ഗെറ്റ് സ്റ്റാർട്ടഡിൻ്റെ അവിടെ എൻറോൾ യുവർ ഡിവൈസ് കാണാൻ പറ്റും. അവിടെ എൻറോൾ യുവർ ഡിവൈസ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എൻറോൾ ഡിവൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൻ്റെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഡൗൺലോഡ് പ്രൊഫൈൽ. ഈ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യണം. സഫാരി ബ്രൗസർ യൂസ് ചെയ്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ അലോ കൊടുക്കുക. സഫാരി ബ്രൗസറിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ, വേറൊരു ബ്രൗസറിലും വർക്ക് ചെയ്യില്ല. അപ്പോൾ ക്ലോസ് കൊടുക്കുക. ഇനിയും നമ്മൾ ഡൗൺലോഡ് ചെയ്തു, അലോ ചെയ്തു. ഇനി നമ്മൾ സെറ്റിങ്സ് ബട്ടണിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ പ്രൊഫൈൽ ഡൗൺലോഡ് എന്ന് കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എഗ്രി ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ വേണമല്ലോ ഏറ്റവും മുകളിൽ. ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഡണ്ണ് കൊടുക്കാം മേളിൽ. ഇനി നമ്മൾ പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ജനറൽ സെറ്റിങ്സിൽ പോവുക. ജനറൽ സെറ്റിങ്സിൽ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്കിപ്പോൾ തന്നെ ആ ഒരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരും. റെഡി ടു ഡൗൺലോഡ് ദി iPadOS ബീറ്റ 2. അപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഐപാഡിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടി വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സെയിം മെത്തേഡാണ് നിങ്ങൾ ഐഫോണിന് ഫോളോ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ സെയിം രീതിയിലാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഐപാഡിന് പകരം നിങ്ങൾ ഐഫോണിൻ്റെ OS സെലക്ട് ചെയ്ത് വേണം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പം ഡൗൺലോഡ് ഇൻ പ്രോഗ്രസ് ആണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. എൻ്റെ ഐപാഡ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് റീബൂട്ടായിട്ട് ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ വന്നുകൊണ്ടില്ലേ, ഇൻസ്റ്റലേഷൻ ഈസ് ഗോയിങ് ഓൺ എന്നുള്ള രീതിയിലാണ് ഈ സ്ക്രീൻ ഇങ്ങനെ കാണിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കുമായിരിക്കും നോക്കാം എന്താണ്. റീസ്റ്റാർട്ടായി അപ്പായിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ സക്സസ്ഫുൾ ആണ്. ഞാൻ എൻ്റെ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്തു. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കംപ്ലീറ്റ് എന്നാണ് ഐപാഡിൽ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോഗിൻ ആവാം. അതിൻ്റെ ഫസ്റ്റ് കുറേ എഗ്രിമെൻറ്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അത് എഗ്രി കൊടുക്കണം. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കംപ്ലീറ്റ്, നെക്സ്റ്റ് കൊടുത്തു, കംപ്ലീറ്റ് കൊടുത്തു. ഐപാഡ് അനലിറ്റിക്സ് കണ്ടിന്യൂ ചെയ്തു. അപ്പം ഡാറ്റ അനലിറ്റിക്സ് ഷെയർ ചെയ്യാൻ വേണ്ടി നോ കൊടുത്തു. വെൽക്കം ടു ഐപാഡ്. പുതിയ വിഡ്ജറ്റ്സ് ഒക്കെ കാണുന്നുണ്ട് ഹോം സ്ക്രീനിൽ. നമുക്ക് ജസ്റ്റ് ഐപാഡ് ഒന്ന് സ്ക്രീനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം എൻ്റെ വ്യൂ. അപ്പോൾ ഐപാഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇത് iPadOS14 പബ്ലിക് ബീറ്റ വെർഷൻ 2 ആണ്. 14 ആണ് അതിൻ്റെ OSൻ്റെ വെർഷൻ, ബീറ്റ വെർഷൻ 2 ആണ്. അപ്പോൾ ഇതിൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പുതിയ വിഡ്ജറ്റ്സ് വന്നിട്ടുണ്ട്. സൈഡിൽ കണ്ടില്ലേ, നമുക്ക് വിഡ്ജറ്റ്സ് കുറേ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആഡ് ചെയ്യാനും പറ്റും. ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് കുറേ ടൈപ്പ് വിഡ്ജറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, കുറേ വിഡ്ജറ്റ്സ്. ഇതിൻ്റെ നോർമൽ ഐപാഡാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഇതിനകത്ത് പെൻ സപ്പോർട്ടൊന്നും ഇല്ല. അതുകൊണ്ട് അതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ വിഡ്ജറ്റ്സ് കുറേ ഉണ്ട്. നമ്മുടെ സൈഡിലെ സൈഡ് ബാർ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ അധികം ഫീച്ചേഴ്സ് ചേഞ്ചസ് ഒന്നും ഞാൻ കാണുന്നില്ല. ടാപ്പ് ചെയ്യുമ്പം പഴയതുപോലൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കാം, അത് മൂവ് ചെയ്ത് നമുക്ക് ഐക്കൺ സെക്ഷനിൽ ഇടാൻ പറ്റുമോ നോക്കാം. ഐഫോണിന് അങ്ങനെ പറ്റുന്നുണ്ട്, പക്ഷേ ഐപാഡിന് ആ ഓപ്ഷൻ കാണുന്നില്ല. നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മുടെ ഐക്കണിൻ്റെ കൂടെ തന്നെ നമുക്ക് വിഡ്ജറ്റ്സ് മാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഐഫോണിൽ. പക്ഷേ അത് ഐപാഡിൽ ഈ ഒരു സോഫ്റ്റ്വെയറിൽ അത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അത് പറ്റുമായിരിക്കും, അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. അപ്പോൾ നമുക്ക് അറിയാവുന്നതൊക്കെ നോക്കാം. സെറ്റിങ്സിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നേക്കുന്നത് നോക്കാം. സെറ്റിങ്സിൽ പിന്നെ ഹോം സ്ക്രീൻ ആൻഡ് ഡോക്കിൽ അധികം ചേഞ്ചസ് ഒന്നുമില്ല. പഴയതുപോലെ തന്നെ ബിഗർ ആൻഡ് സ്മോളർ ഐക്കൺ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നത്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സിലൊന്നും അധികം ചേഞ്ചസ് വന്നിട്ടില്ല. പിന്നെ ജനറൽ സെക്ഷനിലും അധികം ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. ഐപാഡ് സ്റ്റോറേജും പഴയതുപോലെ തന്നെ വലിയ ചേഞ്ചസ് ഒന്നും മാറിയിട്ടില്ല. അതുപോലെ തന്നെ പഴയ സ്പേസ് തന്നെ എടുത്തിട്ടുള്ള അപ്ഡേറ്റ് ആവാൻ വേണ്ടി.
പിന്നെ ഞാൻ കാണുന്നത് വാലറ്റ് ആൻഡ് പേ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. വാൾപേപ്പറും പഴയതുപോലെ തന്നെ, പഴയ വാൾപേപ്പേഴ്സ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iPadOS ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നേക്കുന്നത്. ഈ ഒരു iPadOSൻ്റെ പുതിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് റിവ്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. തൽക്കാലം ഇത് ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ഞാൻ ഈ പുതിയ OS ഡെയിലി യൂസ് ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ പുതിയ ചേഞ്ചസ് ഒക്കെ ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് റിവ്യൂ ചെയ്തിട്ട് ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.